രാജ്യസഭാ സീറ്റിനെ ചൊല്ലി സി പി ഐയിൽ കടുത്ത ഭിന്നത. അതിനിടയിൽ വലിയൊരു കോമഡിയും ഇന്നലെ കേട്ടു, രാഷ്ട്രീയ കോമഡിയാണ് കേട്ടോ. അതായത് ഞങ്ങളുടെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവിൽ ജനാധിപത്യപരമായ ചർച്ച നടന്നെന്നാണ് ഈ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം പറയുന്നത്. എൻ്റെ ബിനോയ് വിശ്വം സാറേ, നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് പറയുമ്പോൾ ജനാധിപത്യപരമായ സംവാദമാണ് ഈ എക്സിക്യൂട്ടീവിൽ നടന്നത്. കാനം രാജേന്ദ്രൻ ഉണ്ടാക്കിയ ഒരു എക്സിക്യൂട്ടീവ്, അവിടെ സെക്രട്ടറിയായ നിങ്ങൾ നേരത്തെ തന്നെ ആളുകളെയൊക്കെ തടുത്തുകൂട്ടി, നിങ്ങളുടെ ഗ്രൂപ്പിൽ കുറച്ചു കാലമായി നിൽക്കുന്ന ആളുകളെ തടുത്തുകൂട്ടി കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആരാകണം രാജ്യസഭാ സ്ഥാനാർത്ഥി എന്ന് തീരുമാനിച്ചു വന്ന് പറഞ്ഞതാണോ ജനാധിപത്യം? അതിനിടയിൽ അദ്ദേഹം ഒരു കുപ്പായോട് കൊടുത്തു, ന്യൂനപക്ഷ പരിഗണനയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇത്രയും രാഷ്ട്രീയ സത്യസന്ധതയില്ലായ്മ നിങ്ങളെപ്പോലെ നേതാവ് കാണിക്കരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കുറേ കാലമായി കാനത്തിൻ്റെ ഗ്രൂപ്പ് പിടിമുറുക്കിയിരിക്കുകയാണ് സി പി ഐയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം, പല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലും സംഭവിക്കുന്ന പോലെ നേതാവിൻ്റെ കൊള്ളരുതായ്മ ആരെങ്കിലും എടുത്തു പറഞ്ഞാൽ പിന്നെ അവൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ, കരിയർ തന്നെ തകർന്നു പോകും, കടയറുത്ത് വീഴ്ത്തുവർ. ഈ ഗ്രൂപ്പീസവും ഒരു രീതിയും തന്നെയാണ് ഇപ്പോൾ സി പി ഐയെ ഗ്രസിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ കെ പ്രകാശ് ബാബു എന്ന് പറയുന്ന ഇത്രയും കാലം സി പി ഐയിലെ പരിണതപ്രജ്ഞനായ ഒരാളിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ പരിഗണിക്കാതെ പോയത് ബിനോയ് വിശ്വം എന്ന ആളിന് സെക്രട്ടറി സ്ഥാനം കിട്ടാൻ ഇപ്പം നിർദ്ദേശിച്ചിരിക്കുന്ന ആൾ ഒരുപാട് സഹായിച്ചു, ഉപകാരസ്മരണ ചെയ്തു കൊടുത്തതാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? അപ്പോഴാണ് ജനാധിപത്യ സംസ്കാരത്തെക്കുറിച്ച് നമ്മുടെ സെക്രട്ടറി പറയുന്നത്. എന്തായാലും പ്രകാശ് ബാബു അല്ല, പി സുനീറാണ് രാജ്യസഭയിലേക്ക് പോകുന്നത്. ആരോ പോകട്ടെ, മുല്ലക്കര രത്നാകരനായിരുന്നു കെ പ്രകാശ് ബാബുവിൻ്റെ പേര് നിർദ്ദേശിച്ചത്. കാനം രാജേന്ദ്രൻ്റെ പക്ഷം പാർട്ടിയിൽ പിടിമുറുക്കി, കുറേ കാലമായി പിടിമുറുക്കിയിട്ട്. കാനം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിശക്തമായ പിടിയാണ് മുറുക്കിയത്. ആ പിടി ഇപ്പോഴും അയഞ്ഞിട്ടില്ല. കാനം പോയപ്പോൾ ബിനോയ് വിശ്വം വന്നു എന്ന് മാത്രം. കൂടുതൽ വിശദാംശങ്ങൾ ഇന്നലെ നടന്ന ചർച്ചയിൽ പി സുനീറിനെ തന്നെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കാൻ ബിനോയ് വിശ്വവും സംഘവും നടത്തിയ ശ്രമത്തിൻ്റെ അനാവരണവുമായി ഷെഫീദ് റാവുത്തർ നമുക്കപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷെഫീദ്, ഗുഡ് മോർണിംഗ്. കുറേ കാലമായി ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലൊന്നും സംവാദം നടക്കുന്നില്ല. ഗ്രൂപ്പ് നേതാവ് കളിക്കുന്ന സെക്രട്ടറിമാരും ഒക്കെ തന്നെയാണ് ഈ ഇത്തരം പ്രസ്ഥാനത്തിൻ്റെ ശാപമായി മാറുന്നത്. പറയൂ വിവരങ്ങൾ. എസ് കെ എൻ, വെരി ഗുഡ് മോർണിംഗ്. എസ് കെ എൻ സൂചിപ്പിച്ചത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ പ്രധാന ചർച്ചയും ചർച്ചാ വിഷയങ്ങളും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് കെ എൻ, നമുക്കൊരു രാഷ്ട്രീയ യോഗം ഓർമ്മയുണ്ട്. അത് കാനം രാജേന്ദ്രൻ്റെ സംസ്കാരത്തിന് ശേഷം വളരെ പെട്ടെന്ന് ചേർന്നൊരു യോഗം. ആ യോഗത്തിന് ശേഷം സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നു. അത് വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും സി പി ഐക്കുള്ളിൽ തന്നെ വഴിവെച്ചിരുന്നു. അന്ന് കാനം രാജേന്ദ്രൻ്റെ പിന്തുണയ്ക്കുന്ന ആളായിരുന്ന പി സുനീർ ആയിരുന്നു ബിനോയ് വിശ്വത്തിൻ്റെ പേരിനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുകയും അതേപോലെ തന്നെ അദ്ദേഹത്തെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാൻ നയിക്കുകയും ചെയ്തതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് പിന്നാലെ വലിയ തരത്തിൽ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ വഴിവെച്ചൊരു കാര്യമാണ്. ഇന്നലെ ചേർന്ന യോഗത്തിൽ, ഇന്നലെ ചേർന്ന LDFിൻ്റെ സി പി ഐയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള യോഗത്തിൽ ഏറ്റവും പ്രധാനമായും രണ്ട് പേരുകളായിരുന്നു ഉയർന്നു കേട്ടത്. അത് പ്രകാശ് ബാബുവും ആനി രാജയുമായിരുന്നു. മുല്ലക്കര രത്നാകരനായിരുന്നു പ്രകാശ് ബാബുവിൻ്റെ പേര് മുന്നോട്ട് വെച്ചത്. അസിസ്റ്റന്റ് സെക്രട്ടറി ചന്ദ്രശേഖരൻ അത് പിന്തുണയ്ക്കുകയും ചെയ്തു. പ്രകാശ് ബാബുവാണ് അനുയോജ്യനായ സ്ഥാനാർത്ഥി എന്ന് യോഗത്തിൽ മന്ത്രിയായ GR അനിലടക്കം അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്തു. N രാജനും പ്രകാശ് ബാബുവിനെ ആയിരുന്നു പിന്തുണച്ചത്. എന്നാൽ വളരെ അപ്രതീക്ഷിതമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം പി സുനീറിൻ്റെ പേര് മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞ കാര്യം, പാർട്ടിയിലെ ന്യൂനപക്ഷ നേതാവ് എന്ന പരിഗണന സുനീറിന് കൊടുക്കണം. അതുകൊണ്ട് തന്നെ പി സുനീർ ആകട്ടെ രാജ്യസഭാ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സെക്രട്ടറിയാണ് യോഗത്തിൽ അഭിപ്രായം പറഞ്ഞതും അതിലേക്ക് എത്തിച്ചേരുന്നതും. നോക്കൂ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വളരെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള മുല്ലക്കര രത്നാകരനും GR അനിൽ അടക്കമുള്ള ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകൾ ഒരു പേര് നിർദ്ദേശിക്കുന്നു. ആ പേരിനെ വെട്ടുന്നത്, ഒരൊറ്റ വെട്ടിന് വെട്ടുന്നത് അത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ സ്വാഭാവികമായും തനിക്ക് ഈ സ്ഥാനത്തേക്ക് വരാൻ ഏറ്റവും കൂടുതൽ പിന്തുണച്ച ഒരാൾക്ക് തിരികെ നൽകുന്ന ഒരു പ്രത്യുപകാരം എന്ന നിലയിൽ പോലും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഈ നീക്കത്തെ നോക്കിക്കാണുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് പുറത്തിറങ്ങിയ സി പി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണത്തിൽ എസ് കെ സൂചിപ്പിച്ച അതേ കാര്യം തന്നെയായിരുന്നു പറഞ്ഞത്. അതായത് ജനാധിപത്യ രീതിയിലുള്ള ചർച്ച നടന്നു, എല്ലാവരും കൂടിയാലോചിച്ചാണ് പി സുനീർ എന്ന പേരിലേക്ക് വന്നത് എന്നുള്ളതാണ്. പക്ഷേ യോഗത്തിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതൊട്ടും ജനാധിപത്യ രീതിയിലല്ല എന്ന് മാത്രവുമല്ല, വലിയ തരത്തിലുള്ള അഭിപ്രായം അത് പ്രകാശ് ബാബുവിന് വേണ്ടി ഉയർന്നിരുന്നു. നേരത്തെയും ചർച്ചയിൽ ഉയർന്ന പ്രകാശ് ബാബു എന്നുള്ള പേരിനെ വെട്ടിയിട്ടാണ് പി സുനീർ എന്ന പേരിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതാണ് ഇതിലെ രാഷ്ട്രീയ കൗതുകം. ഏതായാലും പി സുനീർ ആയിരിക്കും രാജ്യസഭാ സ്ഥാനാർത്ഥി. നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നാമനിർദ്ദേശ പത്രിക അത് കൊടുക്കും എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നു. അതേസമയം ഇന്നലത്തെ യോഗത്തിൽ മറ്റു ചില അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട്. എസ് കെ, നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ LDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന നിലയിൽ വേണ്ട രീതിയിലുള്ള വിമർശനം അത് CPM-നെതിരെയും സർക്കാരിനെതിരെയും നടത്താൻ
CPIക്ക് നിലവിലെ CPIക്കോ CPI സംസ്ഥാന സെക്രട്ടറിയോ തുനിയുന്നില്ല, അതിനുള്ള ആർജവം കാണിക്കുന്നില്ല എന്നുള്ള വിമർശനം അത് പലതരത്തിൽ CPIക്കുള്ളിൽ തന്നെ ഉയരുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് CPI യോഗത്തിൽ അഭിപ്രായം ഉയർന്നു. അതിങ്ങനെയായിരുന്നു, ഈ തോൽവിക്ക് കാരണം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണ്. മുഖ്യമന്ത്രിക്കും ഭരണത്തിനുമെതിരായ വികാരം പ്രതിഫലിച്ചു. പിണറായി തെറ്റ് ചെയ്തു എന്ന് തോന്നിയ സമയത്ത് തിരുത്താൻ തയ്യാറായില്ല. അപ്പോൾ തിരുത്തിയിരുന്നെങ്കിൽ CPIക്ക് പിന്തുണ കിട്ടുമായിരുന്നുവെന്നും എക്സിക്യൂട്ടീവ് യോഗത്തിൽ അഭിപ്രായം ഉയർന്നു. ഏതായാലും ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിലൊന്ന് പാർട്ടിയിൽ കാനം പക്ഷം വീണ്ടും പിടിമുറുക്കുന്നു, അതിൽ വലിയ എതിർപ്പുകൾ ഉണ്ടാകുന്നു. രണ്ട്, സർക്കാരിനെതിരെയും CPMനെതിരെയും കാര്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ നിലവിലത്തെ നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ള ആക്ഷേപം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. താങ്ക് യു ഷബീദ് റാവുത്തർ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാജ്യസഭയിലേക്ക് അയക്കാൻ യോഗ്യനായിരുന്നു പ്രകാശ് ബാബു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭരണപ്രാഗൽഭ്യം, നിയമസഭയിലിരുന്നപ്പോൾ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ, അദ്ദേഹത്തിൻ്റെ പഠന രീതികൾ, അവതരണ രീതികൾ, അദ്ദേഹത്തിൻ്റെ ഭാഷയിലുള്ള പരിജ്ഞാനം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെയായിരുന്നു അയക്കുന്നത്. അതേസമയം കഴിഞ്ഞ കുറച്ചധികം കാലമായി CPIയിൽ സംഭവിച്ച രാഷ്ട്രീയ ദുരന്തമുണ്ടല്ലോ, അതായത് സ്വന്തം അഭിപ്രായങ്ങളെ മാനിക്കുന്ന ആളുകളെ മാത്രം കൂടെ നിർത്തുക, അതൊരു സംഘമായി മാറുക, ഒരു ഗ്രൂപ്പിസ്റ്റിൻ്റെ പോരാളിയായി സെക്രട്ടറി മാറുക. കാനം രാജേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം ബിനോയ് വിശ്വം വന്നിട്ടും അതിലൊന്നും ഒരു മാറ്റമില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ, അത്യാവശ്യം എഴുതാനും അതിൽ കൂടുതൽ വായിക്കാനും ഒക്കെ കഴിവുള്ള ബിനോയ് വിശ്വം എന്ന സെക്രട്ടറി ചങ്കിൽ കൈവച്ച് പറയുമോ താൻ തിരഞ്ഞെടുത്ത ആളാണ് പ്രകാശ് ബാബുവിനേക്കാളും യോഗ്യനെന്ന്? ചുമ്മാ ആലോചിച്ച് നോക്കിയുള്ളൂ.